കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണിത്. നമ്മൾ തോരനും മെഴുക്ക് പുരട്ടിയും കറിയൊക്കെ വെക്കുന്ന വഴുതനങ്ങ വെച്ചാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നമുക്ക് ഫ്രൈ തയ്യാറാക്കുന്നതിന് വേണ്ടി വഴുതനങ്ങയാണ്. ഇതേപോലെയുള്ള വഴുതനങ്ങ കഴുകി വൃത്തിയാക്കി അതിൻ്റെ മേലെ കുറച്ച് കട്ടിയുള്ളൊരു തോലുണ്ടാവില്ലേ, അതൊന്ന് ഇതേപോലെ പീലർ വെച്ചൊന്ന് കളയണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതിലേക്ക് മസാലകളൊന്നും പിടിക്കില്ല. അത് കുറച്ച് പ്ലാസ്റ്റിക് മാതിരി കുറച്ച് കട്ടിയുള്ളതല്ലേ, എല്ലാവർക്കും അറിയാലോ അല്ലേ. നമ്മളിങ്ങനെ വഴറ്റിയെടുക്കണില്ല, ഒരേപോലെ മീനൊക്കെ ഫ്രൈ ചെയ്യണ പോലെ ഫ്രൈ ആണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ തോലിരിക്കുന്നത് നല്ലതല്ല കേട്ടോ. ഇനി അതൊരല്പം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ കറയൊക്കെ ഒന്ന് കളയാം. ഈ സമയം ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് 2 സ്പൂൺ കോൺഫ്ലവറാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലവർ നല്ലതാണ്. വഴുതനങ്ങയുടെ അളവിനനുസരിച്ച് ചേർക്കാം. ഞാൻ എടുത്തിട്ടുള്ള വഴുതനങ്ങയ്ക്ക് വേണ്ടി 2 സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തോ. ഇതൊക്കെ നോക്കിയിട്ട് ചെയ്യണം, കൂടി പോകണ്ട. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ചേർത്തു കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ് കേട്ടോ. ഒന്ന് ചതച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത്. നന്നായിട്ടൊന്ന് ചതഞ്ഞത് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നമ്മൾ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനിടുമ്പോൾ അത് സെപ്പറേറ്റ് ആയി പോകരുത്. അപ്പോൾ പേസ്റ്റ് ആകുമ്പോൾ നന്നായിട്ട് കവറായിട്ടിരിക്കും. ഇനി നമുക്കതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ ആ ഒരു പുളിപ്പൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ മീൻ ഫ്രൈ ചെയ്യുമ്പോഴും ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ചേർക്കാറുണ്ട്. അതേപോലെ തന്നെ കേട്ടോ. ഒരു പകുതി ചെറുനാരങ്ങയുടെ കുറച്ച് നീര് മാത്രമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. എന്നാൽ വെള്ളം കൂടാനും പാടില്ല. വഴുതനയിൽ അങ്ങ് കോട്ടിങ് ആയിട്ട് ഇരിക്കണം കേട്ടോ. കൂടുതൽ അങ്ങ് ഒഴുകിയ പോലെ വന്നിട്ടുണ്ടെങ്കിൽ എണ്ണയിലിടുമ്പോൾ അത് സെപ്പറേറ്റ് ആയി പോവും. നന്നായി കവർ ചെയ്യുന്ന രീതിയിൽ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് അതിൻ്റെ ഓരോ പീസസുകളിലേക്കും നന്നായി കവർ ചെയ്യുന്ന രീതിയിലേക്ക് മാവ് പുരട്ടി കൊടുക്കാം. ഈ പേസ്റ്റ് പുരട്ടി കൊടുക്കണം. എന്നിട്ട് അധികം സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായി പിടിച്ചിട്ടുണ്ടാവും. ഇത് സോഫ്റ്റാണ്, വളരെ കട്ടി കുറവാണല്ലേ. ഇളയതാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. പിന്നെ നമ്മളിതിൻ്റെ മേലത്തെ തോല് മാറ്റിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് സോഫ്റ്റ് ആയിരിക്കും, ഉടഞ്ഞു പോവും. ഒക്കെ ശ്രദ്ധിക്കണം കേട്ടോ. മസാലക്കൂട്ട് വഴുതനങ്ങയിൽ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഷാലോ ഫ്രൈ ചെയ്യുക കേട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മറച്ചിട്ടൊക്കെ കൊടുത്ത് പതുക്കെ ഇത് ക്രിസ്പി ആവുന്ന വരെ ഒന്ന് മൊരിച്ചെടുക്കണം. സൂപ്പറാണ്. എല്ലാവരുടെയും അഭിപ്രായം പറയണേ.